ഹലോ കുട്ടീസ്, അപ്പോൾ നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ളൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്കൊരു ചെറിയ ബോക്സാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബോക്സ് ഞാൻ എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോക്സാണോ നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് വെക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു ചെറിയ ബോക്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഫുള്ള് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു നീറ്റ് ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ചുകൂടി ഭംഗിയാക്കിയാലോ? ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ കളർ പേപ്പേഴ്സുള്ള ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെ ഉള്ള ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ കളർ പേപ്പർ എടുക്കാവുന്നതാണ്. പിങ്കോ വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഡിസൈനാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ ഇത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഗമ്മ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഫുൾ ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്യൂട്ടായിട്ടുണ്ടല്ലേ? പിന്നെ നമുക്കിനി ഇത് കുറച്ച് ഡിസൈൻസും കൂടി ചെയ്ത് കൊടുത്താലോ? അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമലായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾക്കിത് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുകളിലും താഴെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.